ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തിയിരുന്ന ടോപ്പിക്കിൽ നിന്ന് ബാക്കി ഇങ്ങോട്ട് തുടങ്ങുകയാണ്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ നിങ്ങൾ വീഡിയോ കാണുക, നല്ല വീഡിയോ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഇൻഫോം ചെയ്യുക, ഇങ്ങനൊരു ചാനലുണ്ട് എന്ന് പറയുക, അവരുടെ അടുത്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി പറയുക. അപ്പോൾ ജസ്റ്റ് ഇന്നലത്തെ ക്ലാസ് കാണാത്തവർക്ക് ഞാൻ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ നമ്മൾ ജസ്റ്റ് നോക്കാം, നമുക്ക് എന്തൊക്കെയാണ് പറഞ്ഞതെന്നുള്ളത്. ഫസ്റ്റ് നമ്മൾ ചാപ്റ്ററിൽ പഠിക്കുന്ന അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ആണ്. അപ്പോൾ അത് എങ്ങനെയാണ്, എവിടുന്ന് തൊട്ട് തുടങ്ങി ഞാൻ ഫസ്റ്റ് പറഞ്ഞത് ഇവിടുന്ന് തൊട്ടിട്ട് പഠിച്ചാൽ മതി എന്നാണ് ഞാൻ പറഞ്ഞത്. ഫ്രം ദ 60th century ഓൺവേർഡ്സ് തൊട്ടിട്ട് അത് ഓരോ പോയിൻ്റായിട്ട് പഠിക്കുക. ടെക്സ്റ്റ് വെച്ച് മാക്സിമം ടെക്സ്റ്റ് വെച്ച് പഠിക്കുക, മാർക്ക് ചെയ്ത് പഠിക്കുക, പോയിൻ്റായിട്ട് പഠിക്കുക. പിന്നെ പറഞ്ഞത് മെർക്കൻറ്റലിസം എന്താണ്, മെർക്കൻറ്റലിസ്റ്റ് ലോസ് എന്താണെന്നുള്ളത്. അത് എന്തായാലും ബൈഹാർട്ട് ചെയ്യേണ്ട കാര്യമാണ്. ബൈഹാർട്ട് ചെയ്യുക പറയുമ്പോൾ ബൈഹാർട്ട് ചെയ്ത് പഠിച്ചു വെക്കരുത്, മനസ്സിലാക്കി പഠിക്കുക. ജസ്റ്റ് ബൈഹാർട്ട് ചെയ്ത് പഠിച്ചു വെക്കരുത്. അത് സോഷ്യൽ എന്നല്ല, ഏത് സബ്ജക്റ്റ് ആയാലും ബൈഹാർട്ട് ചെയ്തിട്ട് ദയവ് ഇത് പഠിച്ചു വെക്കരുത്, മനസ്സിലാക്കി പഠിക്കുക. ഏത് സബ്ജക്റ്റ് ആയാലും, അത് സോഷ്യൽ, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, അങ്ങനെ ഏത് സബ്ജക്റ്റ് ആയാലും മനസ്സിലാക്കി പഠിക്കുക. അപ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. ഇത് ബൈഹാർട്ട് ചെയ്ത് പഠിക്കുമ്പോൾ ജസ്റ്റ് അതിന്ന് ഒരു ലെറ്ററോ ഒരു വാക്കോ ചിലപ്പോൾ നമുക്ക് എക്സാമിന് കിട്ടിയിട്ടില്ലെങ്കിൽ ആ മാർക്ക് ഫുള്ള് നമ്മളെ കയ്യിൽ നിന്ന് പോവും. അപ്പോൾ മനസ്സിലാക്കി പഠിക്കുക. പിന്നെ നമ്മൾ പറഞ്ഞത് അതിൻ്റെ മെയിനായിട്ടുള്ള ജസ്റ്റ് 2 ലീഡേഴ്സ് അവരെന്തൊക്കെ കാര്യം പറഞ്ഞു അതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇനിയാണ് നമ്മളെ മെയിൻ കണ്ടൻറ്റ്. അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്തുകൊണ്ടാണ് ഇത് തുടങ്ങിയത്, എന്താണ് ഇതിൻ്റെ കാരണം, ഇതൊക്കെ തുടങ്ങുന്നത് ഇവിടെ വെച്ചിട്ടാണ്. ദ എൻറ്റയർ കോണ്ടിനെൻറ്റ് അസംബ്ലീസ് എന്നുള്ള ഹെഡിങ് തൊട്ടിട്ടാണ് പാഠഭാഗം ശരിക്കും അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് തുടങ്ങുന്നത്. പക്ഷെ എഴുതുമ്പോൾ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. മെർക്കൻറ്റലിസ്റ്റ് ലോസ്, നമുക്ക് സ്കോറിങ് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ടാവും ഇതിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ. അപ്പം അതിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവും മെർക്കൻറ്റലിസ്റ്റ് ലോസ്, പിന്നെ ജോൺ ലോക്ക്, അങ്ങനെ ലീഡേഴ്സിൻ്റെ പേര്, പിന്നെ അവർ പറഞ്ഞ കാര്യങ്ങൾ, അങ്ങനെ ഓരോരോ മെയിൻ പോയിൻറ്റ്സ് ഉണ്ടാവും. ആ മെയിൻ പോയിൻറ്റ്സ് വെച്ചിട്ട് എഴുതിയാലേ ആ സ്കോറിങ് ഇൻഡിക്കേറ്റേഴ്സ് ടീച്ചറുടെ കയ്യിൽ ആൻസർ കീ ഉണ്ടാവുമല്ലോ, അതിൽ എഴുതിയിട്ടുണ്ടാവും. ഈ സ്കോറിങ് ഇൻഡിക്കേറ്റേഴ്സൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ മാർക്ക് ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ പോയിൻ്റ് വൈസ് ആയിട്ട് അങ്ങനെ പഠിക്കുക. അപ്പോൾ നമുക്ക് ഈ പാരഗ്രാഫ് നോക്കാം. The delegates of all colonies except Georgia met at Philadelphia in 1774 to protest against the policies and rules imposed by England. അപ്പോൾ ഈ ജോർജിയ ഒഴികെയുള്ള ആൾക്കാരൊക്കെ ഫിലാഡൽഫിയത്തെ കോളനീസിലെ പ്രതിനിധികളും, ജോർജിയ ഒഴികെയുള്ളത്, ജോർജിയ ഇതിൻ്റെ പാട്ടാണ്, പക്ഷെ ജോർജിയ ഒഴികെയുള്ള ഫിലാഡൽഫിയയിലുള്ള കോളനീസിലെ പ്രതിനിധികളൊക്കെ ഒരു പോളിസിയും, ഇംഗ്ലണ്ട് പോളിസിയും റൂളും ഒക്കെ അവിടെ ഇംപ്ലിമെൻ്റ് ചെയ്തിരുന്നു. അതിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫിലാഡൽഫിയയിൽ ഒത്തുകൂടി 1774. ഇയർ ഇമ്പോർട്ടൻ്റ് ആണ്, എസ്പെഷ്യലി ഹിസ്റ്ററിയുടെ കാര്യത്തിൽ ഇമ്പോർട്ടൻ്റ് ആണ് പറഞ്ഞാൽ നമ്മൾ പഠിക്കുമ്പോൾ തന്നെ ഒരു A4 ഷീറ്റിലോ അല്ലെങ്കിൽ പേപ്പറിലോ കളർ പെന്നുണ്ടോ ഒരു ടൈം ലൈൻ വരയ്ക്കാം. ഫസ്റ്റ് ഇപ്പോൾ നമ്മൾ പഠിച്ചത് ഈ 1774 കാര്യമാണ്. അപ്പോൾ ഫസ്റ്റ് ആരോ മാർക്ക് 1774 ഫസ്റ്റ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ്. ഇനി അടുത്തത് പഠിക്കാൻ പോണ ഇയർ എടുക്കുക, എന്നിട്ട് അതേതാണോ അതെന്താണ് അതിൻ്റെ പ്രത്യേകത അതങ്ങനെ എഴുതി വെക്കുക. അങ്ങനെ ഓരോ ചാപ്റ്ററിലുള്ളതും എഴുതി വെക്കുകയാണെങ്കിൽ എക്സാമിന് ഒരു 5 മാർക്കിൻ്റെ ടൈം ലൈൻ ചോദിക്കാറുണ്ട്. മിക്ക എക്സാമിനും ചോദിക്കാറുണ്ട് ടൈം ലൈന്. അപ്പോൾ അത് എഴുതുമ്പോൾ നമുക്ക് കുറച്ചും കൂടി സിമ്പിളാവും, കാരണം ഓരോ പാഠത്തിനും നമ്മളെ കയ്യിലുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ ഇതിനെയാണ് എന്ത് പറയുന്നത്, ഫസ്റ്റ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ്. എന്തിനെ, ഈ ജോർജിയ ഒഴികെയുള്ള കോളനീസിലുള്ള പ്രതിനിധികളൊക്കെ ഒത്തുകൂടി എന്തിനു വേണ്ടിയിട്ട്, അവിടെ ഇംഗ്ലണ്ട് ഇംപ്ലിമെൻ്റ് ചെയ്തിരുന്ന പോളിസീസും റൂൾസിനും എതിരെ പ്രൊട്ടസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എവിടെ വെച്ച്, ഫിലാഡൽഫിയയിൽ 1774 ഒത്തുകൂടി. അതിനെയാണ് പറയുന്നത് ഫസ്റ്റ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ്. അതൊരു പോയിൻ്റാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഫസ്റ്റ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ് ഇമ്പോർട്ടൻ്റ് ആണ്.
പിന്നെ സബ്സിക്വൻ്റ്ലി പീപ്പിൾ ഓഫ് ദ കോളനീസ് സബ്മിറ്റഡ് എ പെറ്റീഷൻ ടു ദ കിങ് ഓഫ് ഇംഗ്ലണ്ട്. അങ്ങനെ ഈ കോളനീസിലുള്ള ആൾക്കാരൊക്കെ ഇംഗ്ലണ്ടിൻ്റെ കിങ്ങിന് ഒരു പരാതി നൽകി. എന്തിനു വേണ്ടിയിട്ട്? ദ ഡിമാൻഡഡ് ദ റീവൊക്കേഷൻ ഓഫ് ദ റെഗുലേഷൻസ് എൻഫോഴ്സ്ഡ് ഓൺ ഇൻഡസ്ട്രി ആൻഡ് കൊമേഴ്സ് ആൻഡ് നോട്ട് ടു ഇമ്പോസ് ടാക്സ് വിത്തൗട്ട് ദ അപ്രൂവൽ ഓഫ് ദ പീപ്പിൾ. അവരെന്തു പറഞ്ഞു? വാണിജ്യം, അതേപോലെ ഇൻഡസ്ട്രി, ഫാക്ടറീസ്, അതിൻ്റെയൊക്കെ കാര്യത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ടാക്സ് ഗവൺമെൻറ് അവരുടെ കയ്യിൽ നിന്ന് മേടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അത് ഇമ്പോസ് ടാക്സ് വിത്തൗട്ട് ദ അപ്രൂവൽ ഓഫ് ദ പീപ്പിൾ. ഈ പീപ്പിളിൻ്റെ സമ്മതം ഇല്ലാതെ ആ ടാക്സ് ഇനി ഒരിക്കലും മേടിക്കരുത് എന്ന് പറഞ്ഞിട്ട് അവർ അതിനു വേണ്ടി ഡിമാൻഡ് ചെയ്തിട്ടാണ് ആ പരാതി കൊടുത്തത്. ആർക്കാണ് പരാതി കൊടുത്തത്? കിങ് ഓഫ് ഇംഗ്ലണ്ട്, ഇംഗ്ലണ്ടിൻ്റെ കിങ്ങിന്. അപ്പോൾ ബാക്കി നോക്കാം. ബട്ട് ദ കിങ് സെൻഡ് എ മിലിറ്ററി ഫോഴ്സ് ടു സപ്രസ് ദ പീപ്പിൾ. അപ്പോൾ കിങ് എന്താ ചെയ്തത്? ഈ ഒരു മിലിറ്ററി ഫോഴ്സിനെ അയച്ചു. എന്തിനു വേണ്ടിയിട്ട്? ടു സപ്രസ് ദ പീപ്പിൾ. ആ ആൾക്കാരെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് ഇംഗ്ലണ്ടിന് കിങ് ഒരു മിലിറ്ററി ഫോഴ്സ് അയച്ചു. ദിസ് ലെഡ് ടു ദ വാർ ബിറ്റ്വീൻ ഇംഗ്ലണ്ട് ആൻഡ് ദ കോളനീസ്. അപ്പോൾ ഇതാണ് എന്തിൻ്റെ കാരണം? അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിൻ്റെ മെയിൻ ആയിട്ടുള്ള റീസൺ. ഇവർ പെറ്റീഷൻ കൊടുത്തു, പക്ഷേ ഇംഗ്ലണ്ടിൻ്റെ കിങ് എന്താ ചെയ്തത്? അവർക്കെതിരെ ഒരു മിലിറ്ററി ഫോഴ്സിന് കൊടുത്തു. ഈ ആൾക്കാരെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് മാക്സിമം നോക്കി. അതാണ് പറയുന്നത്. ഇതാണ് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിനുള്ള മെയിൻ റീസൺ. അപ്പോൾ ഇതെന്താണ്? ഇമ്പോർട്ടൻ്റ് ആണ്. നിർബന്ധമായിട്ട് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എക്സാമിന് ചോദിക്കുക അല്ലെങ്കിൽ പഠിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഈ കാരണം നമ്മൾ പഠിക്കണം. ഇത് ബേസ് അറിഞ്ഞാലല്ലേ ബാക്കി അറിയാൻ പറ്റൂ. അപ്പോൾ ഇനി അടുത്തത്, ദ സെക്കൻഡ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ് ഹെൽഡ് അറ്റ് ഫിലാഡൽഫിയ ഇൻ 1775 ഇലക്റ്റഡ് ജോർജ് വാഷിങ്ടൺ ആസ് ദ കമാൻഡർ ഇൻ ചീഫ് ഓഫ് ദ കോണ്ടിനെൻ്റൽ ആർമി. കോണ്ടിനെൻ്റൽ ആർമി, ഇവരുടെ കോണ്ടിനെൻ്റൽ ആർമിയിൽ ആരെ അത് നോട്ടിട്ട് പറയാം. ഇത് സെക്കൻഡ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ് ഹെൽഡ് അറ്റ് ഫിലാഡൽഫിയ. എവിടെ? സെക്കൻഡ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ്. ഫസ്റ്റ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ് 1774 ഫിലാഡൽഫിയയിൽ വെച്ചിട്ട് തന്നെയാണ്. സെക്കൻഡ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ് 1775. അപ്പോൾ വർഷം പഠിക്കാൻ എളുപ്പമാണ്. 1774, 1775 ഒരു ഇയർ വ്യത്യാസമല്ലേ ഉള്ളൂ. അപ്പോൾ വർഷം പഠിക്കാൻ എളുപ്പമാണ്. അപ്പോൾ എവിടെ വെച്ചിട്ട് തന്നെയാണ്? ഫിലാഡൽഫിയയിൽ വെച്ചിട്ടാണ്. അപ്പോൾ അത് ശരിയായി, ലെവലായി. അപ്പോൾ അതിൽ അവരുടെ ആർമിയിലെ കമാൻഡർ ഇൻ ചീഫായിട്ട് ജോർജ് വാഷിങ്ടണിനെ തിരഞ്ഞെടുത്തു. ഈ സമയത്താണ് through the pamphlet titled Common Sense, Thomas Paine declared that it was wise for the Americans to break with the ties with the ബ്രിട്ടനായിട്ടുള്ള ടൈസ് ഒക്കെ ഒന്ന് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കോമൺ സെൻസ് പറഞ്ഞിട്ടുള്ള ഒരു പാംഫ്ലെറ്റ് അത് ആര് എസ്റ്റാബ്ലിഷ് ചെയ്തു എന്നറിയോ? തോമസ് പെയിൻ. അപ്പോൾ തോമസ് പെയിന് മനസ്സിലായി ഈ ബ്രിട്ടനും അമേരിക്കക്ക് ഏറ്റവും ബ്രിട്ടനായിട്ടുള്ള ടൈസൊക്കെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊരു വഴിത്തിരിവാവുന്ന ആൾക്ക് മനസ്സിലായി. The American Continental Congress issued the famous Declaration of Independence on 4 July 1776. അങ്ങനെ അറ്റ് ലാസ്റ്റ് ദ അമേരിക്കൻ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് എന്ത് ചെയ്തു? ഫേമസ് ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ്, സ്വാതന്ത്ര്യത്തിന് ഫേമസ് ആയ ഡിക്ലറേഷൻ ചെയ്തു, സ്വാതന്ത്ര്യം കൊടുത്തു ഓൺ 4 July 1776. അപ്പോൾ ഫസ്റ്റ് 1774, 1775, 1776. 1774 എന്തായിരുന്നു? ഫസ്റ്റ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ്. 1775 സെക്കൻഡ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ്. 1776 and the famous Declaration of Independence, 4th July 1776. The declaration was prepared by Thomas Jefferson and Benjamin Franklin. അപ്പോൾ ഈ ഡിക്ലറേഷൻ പ്രിപ്പയർ ചെയ്തത് തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനും ആണ്. അപ്പോൾ അവർ രണ്ടാളും ഇതിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനു മുന്നേ ആരൊക്കെയാണ് പഠിച്ചത്? ജോൺ ലോക്കെ, തോമസ് പെയിൻ ആൻഡ് ഇപ്പോൾ തോമസ് ജെഫേഴ്സൺ ആൻഡ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. അപ്പോൾ നാലാളും ഇമ്പോർട്ടൻ്റ് ആണ്. നാലാളും ലീഡേഴ്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഇനി താഴത്തെ ഭാഗം,
The war between England and the colonies in North America that began with the Declaration of Freedom ended in 1781. ആ സമരം അവസാനിച്ചത് ഇംഗ്ലണ്ടും കോളനീസും തമ്മിലുള്ള സമരം അവസാനിച്ചത് ഇവർക്ക് ഫ്രീഡം കൊടുത്തല്ലോ, എന്നിട്ട് അവസാനിച്ചത് എപ്പോഴാണ്? 1781 1776 ഇവർക്ക് ഇൻഡിപെൻഡൻസ് കൊടുത്തിട്ടുണ്ട്, പക്ഷെ അവസാനിച്ചത് എന്നാണ്? 1781. അപ്പം അത്രയും വർഷം ഇവരോട് പോരാടിക്കൊണ്ടിരിക്കുകയായിരുന്നു കോളനീസിലുള്ള ആൾക്കാർ, ലീഡേഴ്സ്. ആൻഡ് ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ടുള്ള ചാപ്റ്റേഴ്സിലൊക്കെ ഈ പേര് ഇടയ്ക്കിടയ്ക്കൊന്ന് എടുത്ത് പറയുവേ. അക്കോർഡിംഗ് ടു ദ ട്രീറ്റി ഓഫ് പാരീസ് ഇൻ 1783. ഒന്ന് എന്തായാലും മാർക്ക് ചെയ്തിടുക, എക്സാംസിന് ചോദിക്കുന്ന ഒരു 50% ഒക്കെ ഉറപ്പുള്ള സാധനമാണ് ട്രീറ്റി ഓഫ് പാരീസ്. പക്ഷേ ട്രീറ്റി ഓഫ് പാരീസ് എന്താണെന്നൊന്നല്ല ചോദിക്കുക, അത് നമ്മൾ എഴുതണ ക്വസ്റ്റ്യൻസിൽ എവിടെയെങ്കിലും ഈ ട്രീറ്റി ഓഫ് പാരീസ് ഒക്കെ ഉണ്ടാവും. അതേപോലെ സെക്കൻഡ് ചാപ്റ്ററിലൊക്കെ അത് വരുന്നുണ്ട്, ഒക്കെ വഴി നമ്മൾ പറയാം. ഇംഗ്ലണ്ട് റാറ്റിഫൈഡ് ദ ഫ്രീഡം ഓഫ് 13 കോളനീസ്. അങ്ങനെ ഇംഗ്ലണ്ട് ഒരു 13 കോളനീസിന് ഫ്രീഡം കൊടുത്തു. ദ കോൺസ്റ്റിറ്റ്യൂഷൻ കൺവെൻഷൻ ഹെൽഡ് അറ്റ് ഫിലാഡൽഫിയ അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ്, ഈ ലീഡേഴ്സ് പഠിക്കണം നിർബന്ധമാണ്, ജെയിംസ് മാഡിസൺ ഫ്രെയിമഡ് ദ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഈ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്തത് ആരാണ്? ജെയിംസ് മാഡിസൺ. അത്ര പഠിച്ചാൽ മതി. അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്തത് ജെയിംസ് മാഡിസൺ. 1 വേർഡ്സ് ക്വസ്റ്റ്യൻസിനൊക്കെ പറയാൻ പറ്റില്ല, ചിലപ്പോൾ ചോദിച്ചാൽ എഴുതേണ്ടി വരും. പക്ഷേ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ആയിട്ട് ചോദിച്ചാൽ 6 മാർക്കിന് 7 മാർക്കിനൊക്കെ ചോദിച്ചാൽ എഴുതുമ്പോൾ ഇത് നിർബന്ധമായിട്ടും എഴുതണം. ആൻഡ് ജോർജ് വാഷിങ്ടൺ ബിക്കെയിം ദ ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. അപ്പോൾ ആരാണ് അമേരിക്കയുടെ ഫസ്റ്റ് പ്രസിഡൻറ്റ്? ജോർജ് വാഷിങ്ടൺ. ജോർജ് വാഷിങ്ടൺ ആണ് അമേരിക്കയുടെ ഫസ്റ്റ് പ്രസിഡൻറ്റ്. ടെക്സ്റ്റിൻ്റെ സൈഡിൽ ആളെ ഫോട്ടോ ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഡിക്ലറേഷൻ എന്ത് അമേരിക്കൻ, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഫേമസ് ഡിക്ലറേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട്, ഇത് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. എക്സാമിന് ചോദിക്കൊന്നുമില്ല, ജസ്റ്റ് വായിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തത്. അതേപോലെ ദ പാംഫ്ലെറ്റ് കോമൺ സെൻസ്, തോമസ് പെയിനിൻ്റെ കോമൺ സെൻസ് പറയുന്ന പാംഫ്ലെറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇത് നമുക്ക് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ഇന്നത്തോടെ തന്നെ കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് എന്ന് പറയും, നല്ലോണം ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് അതിൻ്റെ ഇമ്പാക്ട്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എങ്ങനെ ഈ ഹിസ്റ്ററി ഓഫ് ദ വേൾഡിൻ്റെ ഹിസ്റ്ററിയിൽ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്തു, ഡിഫറെൻറ്റ് വേസിൽ അത് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയൊക്കെയാണെന്ന് പറയണ ഒരു 3-4 പോയിൻറ്റ്സ്. പക്ഷെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു 4 മാർക്കിനൊക്കെ ചോദിക്കാൻ ഷുവറായിട്ടും വരാണ് ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഗാവ് ഡയറക്ഷൻ ആൻഡ് മോട്ടിവേഷൻ ടു ദ ലേറ്റർ ഫ്രീഡം സ്ട്രഗിൾസ് ആൻഡ് റെവല്യൂഷൻസ് ആൾ ഓവർ ദ വേൾഡ്. ലോകമെമ്പാടുമുള്ള ഫ്രീഡം സ്ട്രഗിൾസിനും റെവല്യൂഷൻസിനും ഡയറക്ഷൻ, ഒരു നേർവഴിയും, മോട്ടിവേഷൻ, അവർക്ക് കുറച്ചും കൂടി ഊർജവും ഒന്നുകൂടി അവരുടെ സമരം ശക്തിപ്പെടുത്താനുള്ള ഒരു ഊർജം കൊടുത്തു അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. ആൻഡ് നെക്സ്റ്റ് പോയിന്റ്, put forward the concept of republican form of government. റിപ്പബ്ലിക്കൻ ഫോം ഓഫ് ഗവൺമെൻറ് എന്നുള്ള ഒരു കൺസെപ്റ്റ് ആളുകളുടെ ഇടയിൽ കൊണ്ടുവന്നത് ആരാണ്? ഈ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. ആൻഡ് ഇറ്റ്സ് എ ഇമ്പാക്റ്റ് ആണ്, ലോകത്തിനെ എങ്ങനെ സ്വാധീനിച്ചു. പ്രിപ്പയർഡ് ദ ഫസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. ആദ്യത്തെ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ വന്നത് എവിടെ നിന്നാണ്? അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. മറക്കാതെ പഠിക്കുക. ഒരു പോയിന്റ് പഠിച്ച് ഇപ്പോൾ ഡയറക്ഷൻ ആൻഡ് മോട്ടിവേഷൻ ടു ദ ലേറ്റർ ഫ്രീഡം സ്ട്രഗിൾസ് ആൻഡ് റെവല്യൂഷൻസ് ആൾ ഓവർ ദ വേൾഡ്. ആൻഡ് ദ നെക്സ്റ്റ് പോയിന്റ് പഠിക്കുമ്പോൾ പിന്നെയും ഒന്നാമത്തെ പോയിന്റ് വായിച്ച് നെക്സ്റ്റ് പോയിന്റ് പഠിക്കുക. അപ്പോൾ തറവായിട്ട് ബ്രെയിനിൽ തന്നെ നിൽക്കും, മറന്നു പോവില്ല. contributed to the concept of federal system that ensured freedom and authority of states in union. Freedom and authority of states in union. സ്റ്റേറ്റ്സ് ഇൻ യൂണിയൻ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? യൂണിയൻസിലുള്ള സ്റ്റേറ്റ്സിൻ്റെ ഫ്രീഡം, അവരുടെ സ്വാതന്ത്ര്യം, ഫെഡറൽ സിസ്റ്റം, അതൊക്കെ നേർവഴിയിലേക്ക് കൊണ്ടുപോയത് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ആണ്.
അപ്പോൾ ഇത്ര ഇതിൽ പറയണുള്ളൂ. പക്ഷേ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് പറയുന്നത്, നല്ലോണം ഇമ്പോർട്ടൻ്റ് ആണ്. അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിന് ഇമ്പാക്റ്റ് അധികം എക്സാംസിനൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ജസ്റ്റ് നമ്മൾ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൽ മെർക്കന്റിലിസ്റ്റ് ലോസ് പഠിച്ചു, ലീഡേഴ്സിനെ പഠിച്ചു, ആൻഡ് നമ്മളെ വാറിൻ്റെ റീസൺ പഠിച്ചു. ഇതൊക്കെയാണ് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിൽ വരുന്നത്. മനസ്സിലാക്കി പഠിച്ചാൽ ഏറ്റവും സിമ്പിളാണ്. നമുക്ക് ഹിസ്റ്ററി ഫുള്ള് ഇങ്ങനെ തന്നെ പഠിക്കണം. മനസ്സിലാക്കി പഠിച്ചാൽ എല്ലാം സിമ്പിളാണ്. അപ്പോൾ ബൈ ഹാർട്ട് ചെയ്തിട്ട് ആരും പഠിക്കണ്ട, ബൈ ഹാർട്ട് ചെയ്തിട്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സോഷ്യൽ ഹിസ്റ്ററി എന്നൊക്കെ പറഞ്ഞാൽ അത്ര പേടിപ്പെടുത്തുന്ന സബ്ജക്റ്റ് ഒന്നല്ല. ജസ്റ്റ് മനസ്സിലാക്കി പഠിച്ചാൽ ഏറ്റവും സിമ്പിളായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന സബ്ജക്റ്റാണ്. എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് പറയണത്. ഞാനും നല്ലോണം പേടിച്ചിരുന്നതാണ്. സോഷ്യൽ ഹിസ്റ്ററി എന്നൊക്കെ പറയുമ്പോൾ ബോധം കെട്ട് വീണ അവസ്ഥയായിരുന്നു. പക്ഷേ അപ്ഡേറ്റഡ് ആയിട്ട് അങ്ങോട്ട് പഠിക്കുക. അപ്ഡേറ്റഡ് ആയിട്ട് പഠിക്കുമ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് എൻ്റെ ഫേവറേറ്റ് സബ്ജക്റ്റാണ് ഇപ്പോൾ സോഷ്യൽ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്റ്റാണ്. ഫസ്റ്റ് ഞാനും 10th കയറിയപ്പോൾ ഇതന്നെ വിചാരിച്ചിരുന്നത്, ഹിസ്റ്ററി പൊഞ്ഞെ തല പുകഞ്ഞിരിക്കും. ഹിസ്റ്ററി ടെക്സ്റ്റിൻ്റെ ഇതാ കണ്ടോ, കട്ടിയൊക്കെ കണ്ട ഫുള്ള് ആകെ എന്തോ പോലെ. എന്തൊക്കെയുണ്ട്, ആരൊക്കെ ഏതൊക്കെ ലീഡേഴ്സ്, കുറേ വർഷങ്ങൾ, ഏതൊക്കെ വാർ, അമേരിക്ക, റഷ്യ, ചൈനീസ്, എന്തൊക്കെ തല പുകഞ്ഞിരിക്കുക. പക്ഷേ അപ്ഡേറ്റഡ് ആയിട്ട് പഠിക്കുക, മനസ്സിലാക്കി പഠിക്കുക, ഏറ്റവും സിമ്പിളായിട്ട് മാർക്ക് സ്കോർ ചെയ്യുക. അങ്ങനെ A+ കിട്ടുന്ന ഉറപ്പ് വരുത്താൻ പറ്റണ ഒരു സബ്ജക്റ്റ് തന്നെയാണ് സോഷ്യൽ. പറയണ പോലെ പഠിച്ചാൽ മതി. ആൻഡ് ഇനി നമുക്ക് പറയാനുള്ളത് ഫ്രഞ്ച് റെവല്യൂഷനാണ്. അപ്പോൾ ഒരുപാടൊന്നുമില്ല, പക്ഷേ കുറച്ചുണ്ട്. ഇതേപോലെ ഇമ്പാക്ട്സ് ഉണ്ട്, എന്താ കാരണം എന്നുള്ളതുണ്ട്, ലീഡേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കുറച്ച് പഠിക്കാണ്ട്. അപ്പോൾ അത് നമ്മൾ അടുത്ത വീഡിയോയിൽ എന്തായിട്ടും ഇടും. അപ്പോൾ ചാനൽ ഇഷ്ടമായ ആൾക്കാർ ഇതിന് ലൈക്ക് തരിക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക, നിങ്ങളുടെ ഫാമിലീസിനും ഫ്രണ്ട്സിനോടും ഒന്ന് ഷെയർ ചെയ്യുക, അവരോടും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. ആൻഡ് താങ്ക് യു. ക്ലാസ് ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദിയുണ്ട്. താങ്ക് യു ഫ്രണ്ട്സ്.